പ്രധാനപ്പെട്ട ബിയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിയറിഷ് എൻഗുൾഫിംഗ് പാറ്റേൺ, ഷൂട്ടിംഗ് സ്റ്റാർ, ഈവനിംഗ് സ്റ്റാർ, ബിയറിഷ് ഹറാമി പാറ്റേൺ, ഗ്രേവ് സ്റ്റോൺ ഡോജി. ഇതിൽ ബിയറിഷ് എൻഗുൾഫിംഗ് പാറ്റേണിനെ കുറിച്ചും ഷൂട്ടിംഗ് സ്റ്റാറിനെ കുറിച്ചും നേരത്തെയുള്ള വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി കാൻഡിൽസ്റ്റിക് പാറ്റേണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. നമുക്ക് ഈവനിംഗ് സ്റ്റാറിനെ കുറിച്ച് നോക്കാം. ഇത് 3 ക്യാൻഡിലുകളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതിൽ ആദ്യത്തേത് വലിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും, രണ്ടാമത്തേത് ചെറിയ ബിയറിഷ് സ്വഭാവമുള്ള ക്യാൻഡിലായിരിക്കും, മൂന്നാമത്തേത് വലിയൊരു ബിയറിഷ് ക്യാൻഡിലായിരിക്കും. ഇങ്ങനെ വന്നാൽ അത് നമുക്ക് ഈവനിംഗ് സ്റ്റാർ ആണെന്ന് കണക്കാക്കപ്പെടാം. ഇത് അപ് ട്രെൻഡിൽ ഫോം ആയാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി എന്താണ് ബിയറിഷ് ഹറാമി പാറ്റേൺ എന്ന് നോക്കാം. ഇത് ആദ്യത്തെ ക്യാൻഡിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും, രണ്ടാമത്തേത് ചെറിയ ബിയറിഷ് സ്വഭാവമുള്ള ക്യാൻഡിലുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നാൽ അത് ബിയറിഷ് ഹറാമി പാറ്റേൺ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് അപ് ട്രെൻഡിൽ ഫോം ആയാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി എന്താണ് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് നോക്കാം. ഇത് ഫെയിലിയറായ ബൈയിങ് പ്രഷറിനെ സൂചിപ്പിക്കുന്നു. ഒരേ ക്യാൻഡിൽ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ, ലോ, ക്ലോസ് പ്രൈസ് എല്ലാം ഒരേ പ്രൈസിലായിരിക്കും. ഹൈ പ്രൈസിലായിരിക്കുമ്പോൾ മാത്രം ഡിഫറൻ്റ് ആയിരിക്കും. ഇത് അപ് ട്രെൻഡിൽ കണ്ടാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുവഴി നിങ്ങൾക്ക് മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്കുള്ള മൂവ്മെൻറ്റ് സൂചനകൾ ലഭിക്കുന്നതാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുക.